ഭരണം കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ നേട്ടമോ ഉണ്ടോ? ഒരു നേട്ടവുമില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ ഒരു നേട്ടവുമില്ല. ഇനി രക്ഷയില്ല. ഇനി വേറെ ആരെങ്കിലും വരണം. വീണ്ടും വരുന്നതും സംശയം തന്നെ. വീണ്ടും ഈ ഗവൺമെന്റ് തന്നെ ഭരണം മോശമാണ്, വളരെ മോശമാണ്. ഒരു രണ്ടാമത് കയറിയാലാണ് ഇത്ര അഹങ്കാരം. ആദ്യം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പം പിന്നെ അടുത്തത് വന്നാൽ പിന്നെ ലോകം നശിക്കും. അത്ര തന്നെ. ഒന്നിനും ഇല്ല. ഈ നവകേരള സദസ്സൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. ഇന്നത്തെ വാർത്ത കണ്ട ആടിച്ച് ഊപ്പാട് വരുത്തിക്കളഞ്ഞു. ഒരു സംഭവിക്കുക ഇവിടെ തൂത്തടിച്ചല്ലേ കൂടുതൽ. ജനങ്ങൾക്ക് എന്തൊരു പ്രയോജനം? ഒരു പ്രയോജനമില്ല. കൂലിവേല ചെയ്യണവൻ കൂലിവേല ചെയ്തുകൊണ്ട് തന്നെ. വേറെ 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട് ഉച്ചക്കാരായ ഞങ്ങൾ എങ്ങനെ വെള്ളം കുടിക്കില്ല? സംസ്ഥാനത്ത് തുടർ ഭരണം ദുരിതമോ അനുകൂലമോ? ജനാഭിപ്രായങ്ങളിലേക്ക്. സംസ്ഥാനത്ത് രണ്ടാമതും പിണറായി സർക്കാർ അധികാരത്തിലുണ്ട്. ഈ ഭരണം തൃപ്തിയാണോ അതല്ല എന്തെങ്കിലും പോരായ്മ ഉണ്ടോ? അല്ല, എനിക്ക് അത്ര അതിർത്തി തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല ഈ പാർട്ടിയെ അനുസരിച്ചോളം. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? പെൻഷനൊക്കെ ഇല്ല ഇല്ല ഇല്ല. മുടക്കമുണ്ട്. ഇല്ല, ഞാൻ എഴുതി കൊടുത്തില്ല. എഴുതി കൊടുക്കാൻ ഫാമൊക്കെ മാറ്റിക്കൊണ്ടിരുന്നു, ഫില്ല് ചെയ്ത് കൊടുത്തില്ല. അങ്ങനെ ഈ തുടർച്ചയായിട്ട് വീണ്ടും ഒരു ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഈ സർക്കാർ വീണ്ടും വരുമെന്നൊരു പ്രതീക്ഷ ഉണ്ടോ? വീണ്ടും വരുന്നതും സംശയം തന്നെ. വീണ്ടും ഈ ഗവൺമെന്റ് തന്നെ ഗവൺമെൻറ് അടുത്ത് എനിക്കൊരു എയിം കോൺഗ്രസ് തന്നെ നെക്സ്റ്റ് വരും അടുത്ത്. ഇനിയൊരു തുടർഭരണം ഉണ്ടാവില്ലെന്നാണ്. ഇനിയൊരു തുടർഭരണം ഉണ്ടാവില്ലെന്നാണ്. എന്നും ഉണ്ടാവില്ല. ഇവിടുത്തെ ഭരണം മോശമാണ്, വളരെ മോശമാണ്. ഏത് രീതിയിൽ മോശമാണ്? മനുഷ്യന്മാർക്ക് പൈസയൊന്നുമില്ല, എല്ലാം ഭയങ്കര എല്ലാം ദൂർത്തടിച്ച് കളയണം. മൊത്തം ദൂർത്തടിച്ചുകൊണ്ട് കളയണം. ഇനി ഒരു തുടർഭരണത്തിന് സാധ്യതയില്ല. ഇല്ല, ഉറപ്പാണ് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു രണ്ടാമത് കയറിയാലാണ് ഇത്ര അഹങ്കാരം. ആദ്യം ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ വിധവാ പെൻഷനും വാർദ്ധക്യ പെൻഷനൊക്കെ 5 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അതിൽ 2 മാസത്തെ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ 1 മാസമായി. അതിൽ എൻ്റെ അമ്മയ്ക്ക് 1950 വയസ്സായ അമ്മയാണ്. അവർക്ക് 2 മാസം കൊണ്ട് 1600 രൂപയാണ് കിട്ടിക്കൊടുന്നത്. 1100 രൂപ വെച്ചാണ് കിട്ടുന്നത്. അപ്പോൾ ഇനി 4 മാസത്തെ പെൻഷൻ മുടങ്ങിക്കിടക്കണം, പെൻഡിങ് ഉണ്ട്. ഇപ്പം 3000 വെച്ച് തരാമെന്ന് പറഞ്ഞാൽ അധികാരത്തിൽ കയറിയിട്ട് എവിടെ? പിന്നെ അടുത്തത് വന്നാൽ പിന്നെ ലോകം നശിക്കും. അത്ര തന്നെ. ഇനി തുടർഭരണം ഉണ്ടാവില്ലെന്നാണ്. ഉണ്ടാവില്ലെന്നാണ് നമ്മളെല്ലാം ആഗ്രഹം. എല്ലാവരും ഇപ്പം മനസ്സിൽ അങ്ങനെയാണ് ഇരിക്കുന്നത്. കാര്യം ഒന്നിനും ഇല്ല. ഈ നവകേരള സദസ്സൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല. ചുമ്മാ ഉള്ള പൈസ വെറുതെ കളയുന്നല്ലാതെ നമുക്ക് പാവം കേട്ടി ദൂർത്തടിച്ച് കളയാണല്ലേ പൈസ. എല്ലാ ദൂർത്തടിച്ച് അല്ല, നമുക്ക് എന്തുകൊണ്ട് ഈ പാവം കേട്ടി ഒന്നും സഹായിക്കണില്ല, പെൻഷൻ പോലും തന്നില്ല. ഞാൻ എന്തിനു വോട്ട് ചെയ്യണം? നമുക്ക് വോട്ട് ചെയ്താൽ ഒരു ഫലം വേണ്ടേ? ഇന്നത്തെ വാർത്ത കണ്ട ആടിച്ച് ഊപ്പാട് വരുത്തിക്കളഞ്ഞു. പ്രതിഷേധിക്കുന്നവരെയൊക്കെ അടിച്ചൊതുക്കുന്നതിൽ ഒരു സാധാരണക്കാരി എന്നുള്ള നിലയിൽ എന്താണ്? എനിക്ക് അഭിപ്രായം തെറ്റാണ്. എന്നുവെച്ചാൽ ഈ ഉമ്മൻചാണ്ടി സാറ് ഇതേപോലെ പോയി ഒരു മനുഷ്യർക്ക് ഒരു കേടുപാടും വരുത്തിയില്ല. ന്യായമായ പാവങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർ സഹായിച്ചിട്ടേ ഉള്ളൂ. പിന്നെ ഇദ്ദേഹം ഇരുന്നിട്ട് ഗുണമുണ്ട്, തീരത്തെറ്റെന്ന് പറയാനില്ല, ദോഷവുമുണ്ട്. ഇപ്പം ഇന്നത്തെ വാർത്തയിലാണെങ്കിൽ മഹാ കഷ്ടം. മന്ത്രിമാർക്ക് 5 മന്ത്രിമാർ ആശുപത്രിയിലായി. അതൊക്കെ തെറ്റാണ് ചെയ്യുന്നത്. നേതാക്കന്മാർ, കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഈ കോൺഗ്രസിന്റെ സമരത്തിൽ അടിച്ചൊതുക്കിയല്ലേ? അതെ അതെ, 5 പേരും ചാണ്ടിയുമ്മ ഉൾപ്പെടെ ആശുപത്രി കിടക്കുകയാണ്. രമേശ് ചെന്നിത്തല, മറ്റേ KPC പ്രസിഡന്റുമാർ 5 നേതാക്കന്മാർ കിടക്കുകയാണ് ആശുപത്രിയിൽ. അതെ അതെ. പിന്നെ പയ്യന്മാരെല്ലാം മൃഗീയമായിട്ട് അടിക്കുകയാണ്. തലയിലാണ് അടി. ഈ ഗുണ്ടകൾ അടിക്കും പോലെയാണ് അടി. ഈ മുഖ്യമന്ത്രിയുടെ കൂടെ കുറേ ഗുണ്ടാപ്പടകൾ കൂടെ ഉണ്ടെന്നാണ്, ശരിയാണ്? അങ്ങനെ തന്നെ പറയണം. ഈ അടി കണ്ട അങ്ങനെ പറയും. അടി കണ്ട പോലീസ് തന്നെ അടിക്കുന്നത്. അയ്യോ, ആ പയ്യന്മാർ ഇരുന്നിട്ട് ഇങ്ങനെ തടുക്കുന്നു. കുറേ ഗുണ്ടകളുണ്ട്. ആരും കഷ്ടം തന്നെ ചെയ്യണം. എന്നാൽ പെൻഷനൊക്കെ ഇപ്പോൾ കൂട്ടി ഒരു വശത്ത് നല്ലതായിരുന്നു, മറുവശം നോക്കുമ്പോൾ നമുക്ക് സങ്കടം വരും. ഈ സമരത്തിനല്ല.
അതെ അതെ കാണിച്ചു കൊടുക്കണം. ഇനി പിണറായി സർക്കാരിന് വോട്ട് ചെയ്യൂല. അതെ പിണറായിക്ക് പിണറായി സർക്കാരിന്റെ ഇല്ല ഈ സമരങ്ങളൊക്കെ എങ്ങനെ അടിച്ചൊതുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ഒരു ചേച്ചി ഒരു പരാതി പറഞ്ഞു. അത് ശരിയാണോ? അത് വളരെ ശരിയാണ്. എല്ലാവരും അടിച്ചൊതുക്കുക. എല്ലാവരും അടിച്ചു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഭരണം കൊണ്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ നേട്ടമോ ഉണ്ടോ? ഒരു നേട്ടവും ഇല്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്, പക്ഷെ ഒരു നേട്ടവും ഇല്ല. ഇനി രക്ഷയില്ല എന്നുള്ളത്. ഇനി രക്ഷയില്ല. ഇനി വേറെ ആരെങ്കിലും വരണം തന്നേ പറ്റും. കുഴപ്പമില്ലാതെ പോയാ അല്ല വളരെ കുറവാണ്. കുറവാണ്. കാര്യം എല്ലാം ഭരണത്തിൽ അതൃപ്തി ഉണ്ട് എല്ലാവർക്കും അല്ലേ? എല്ലാവർക്കും എന്താണ് ശരിക്കും സംഭവിച്ചത്? എന്തൊരു സംഭവിക്കുക ഇവിടെ ദൂർത്തടിയല്ലേ കൂടുതൽ. ഈ നവകേരള സദസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ആർക്ക് ജനങ്ങൾക്ക് എന്തൊരു പ്രയോജനമുണ്ട്? ഒരു പ്രയോജനവും ഇല്ല. കൂലിവേല ചെയ്യണവൻ കൂലിവേല ചെയ്തുകൊണ്ട് തന്നെയാണ്. സാധാരണക്കാർക്ക് ഒരു പ്രയോജനം ഇല്ലെന്നാണ്. ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. നമ്മൾ ഞാൻ കൂലിവേലയ്ക്കാണ് പോകണം. ഭരണം നല്ലതായിട്ട് പോയാൽ അടുത്ത പ്രതീക്ഷയില്ല. പെൻഷനൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല സാറേ, 6 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. പിന്നെ ഞങ്ങൾ എന്തരീ പിച്ചക്കാരായ ഞങ്ങൾ എങ്ങനെ വെള്ളം കുടിക്കും സാറേ? 6 മാസമായ പെൻഷൻ മുടങ്ങി. എന്ത് പറയുന്നു അവര്? അവരെന്തേലും പറയേ, കഴിഞ്ഞ പ്രാവശ്യം തന്നത് പൈസ കുറച്ച് തന്നു, 1 മാസത്തെ പൈസ തന്നത് കുറച്ച് തന്നു. സംസ്ഥാനത്ത് തുടർ ഭരണം ദുരിതമെന്ന് കൂടുതൽ പേർ, എന്നാൽ അനുകൂലിച്ചോ കുറച്ചു പേർ. എന്താണ് സത്യം? ജനങ്ങൾക്ക് വിടുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.